നമസ്കാരം. മൂന്നാറിലെ പൊമ്പിളെ ഒരുമയുടെ സമരത്തെ അപകീർത്തിപ്പെടുത്തി മന്ത്രി എം എം മണി നടത്തിയ പ്രസംഗം കേരളമാകെ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഗോമതി അടക്കമുള്ളവർ ഇപ്പോൾ മൂന്നാറിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇപ്പോൾ ഗോമതിയുടെ പൊമ്പിളെ ഒരുമയുടെ സമരത്തിന് പിന്തുണയർപ്പിച്ച് ഈ വേദിയിലെത്തിയിരിക്കുന്നു. എന്താണ് എം മണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്ന് ആദ്യം കേൾക്കാം. ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണിയോടും കൂടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഓ അന്നേരം ഇപ്പൊ എന്റെ അങ്ങോട്ടും ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്നല്ലേ പറയുന്നേ? ഓഹോ മനോരമ മണി കെട്ടി ഉണ്ടാക്കുള്ളിട്ട് കുറച്ച് നാളായി. എനിക്കറിയാം ഇതൊന്നും പറഞ്ഞാലൊന്നും ഉണ്ടല്ലോ, എനിക്കൊരു ചൂട്, ഞാൻ ഇതൊന്നും പേടിക്കുകയില്ല. ഈ ഗവൺമെന്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്, അന്നേരം കൂടെ ചർച്ച ചെയ്യണം. അല്ല ഇതെല്ലാം ഒഴിപ്പിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോണമെന്നൊന്നും തീരുമാനിച്ചില്ല. തികച്ച മര്യാദയ്ക്കായിട്ടുള്ള ഒരു തീരുമാനം. ഓ അടുത്ത പഠിച്ചല്ല ഇനി വല്ലതും നടക്കോ? ഇവന്മാർ ഈ കരവിലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ കലക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കയ്യിൽ കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പളെ വീണ്ടും നടന്നു. അന്നും കുടിയും സകല തൊട്ടികളും വന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു DVC ഉണ്ടായിരുന്നു അന്ന്. എന്നാ സഹിയോ ആ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ 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 പുള്ളിക്ക് വിമർശിക്കാൻ പറ്റും. മണിയുടെ പ്രസംഗം. ശ്രീമതി ഗോമതി, ഇക്കാര്യത്തിൽ നിങ്ങളുടെ പ്രതിഷേധം എവിടെയാണ്? ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ നടു റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത് എം മണിയാണ്. അവര് പറഞ്ഞത് ഞങ്ങൾ ടിവിയിൽ കണ്ടിട്ടാ ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ നടു റോട്ടിൽ ഇരുത്തിയ എം മണി നടു റോട്ടിൽ വന്ന് മാപ്പ് ചോദിച്ച് ഞങ്ങളുടെ സമരം പിൻവലിക്കണം, രാജിവെക്കണം. എം മണി പറയുന്നത് പൊമ്പിളെ ഒരുമയുടെ സമരത്തെയോ പൊമ്പിളെ ഒരുമയിൽ ഒരാളെയോ വ്യക്തിപരമായി ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ ആദ്യം സുരേഷ് കുമാറിൻ്റെ ഒപ്പം കൂടി കള്ളുകുടിയും മറ്റു വൃത്തികേടുകളുമായിരുന്നു. പൊമ്പിളെ ഒരുമൈ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നൊരു ഡിവൈഎസ്പിയുമായി ചേർന്ന് അവിടെ കള്ളുകുടിയും മറ്റു വൃത്തികേടുകളുമായിരുന്നു. ഇപ്പോൾ ശ്രീരാം വെങ്കിട്ടരാമനോടൊപ്പം ചേർന്ന് കള്ളുകുടിയും മറ്റു വൃത്തികേടുകളുമാണ് കാണിക്കുന്നത് എന്നാണ്. പൊമ്പിളെ ഒരുമയിലെ സമര നേതാക്കളെ കുറിച്ചോ നിങ്ങളിൽ ഒരാളെ കുറിച്ചോ വ്യക്തിപരമായി ഞാൻ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ ടിവിയിൽ കണ്ടതാണ്. പൊമ്പിള ഒരുമ കുടിയും എനിക്ക് என்ன പറയാനാ எல்லாரும் തമിഴിൽ പറഞ്ഞോളൂ. குடியும் கூத்தாட்டமா நடத்தினாங்க. கூட வந்த குடிச்சிட்டு சமரத்துக்கு வந்த ஆம்பளைகளை கூட்டிக்கிட்டு காட்டுக்குள்ள போனாங்க. ஒருத்தி ഉണ്ടായിരുന്നു അവളാര ASP. അപ്പൊ അവർ പറയുന്നുണ്ട് മെറീൻ എന്ന്. അവരും കുടിച്ചിട്ട് ഈ സമരത്തിൽ വന്ന ആണുങ്ങളെ കൂട്ടിട്ട് കാട്ടുക്കുള്ള പോണ എന്ന് പറയുന്നുണ്ട് അവര്. അപ്പൊ ഞങ്ങൾ വ്യഭിചാരികളാണോ, ഞങ്ങൾ വേസികളാണോ? ഇവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? വേസികളാണെന്ന് മീഡിയയിൽ മൊത്തം പറഞ്ഞതാ ഇവര്. അതിന് ഉത്തരം പറയണം. ഈ എം മണിയാ ഞങ്ങളെ നടു റോട്ടിൽ ഇരുത്തിയത്. നടു റോട്ടിൽ ഞങ്ങൾ സമരം തീരണമാണെങ്കിൽ ഞങ്ങളോട് മാപ്പ് ചോദിച്ചാലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. നടു റോട്ടിൽ എത്ര ദിവസമായാലും ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. വേശ്യ എന്ന വാക്ക് ഉപയോഗിച്ചു എന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു വാക്ക് ഈ പറയുന്ന പ്രസംഗത്തിലുണ്ടോ? ഈ പറയുന്ന പ്രസംഗത്തിൽ ഉണ്ട്, പക്ഷേ അത് ക്ലിയർ ആയിട്ട് ഇതിൽ കിട്ടുന്നില്ല. ഞങ്ങൾ കണ്ട പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ശ്രീമതി ശോഭ സുരേന്ദ്രൻ? വേശ്യ എന്ന് പറഞ്ഞ് എം മണി ആക്ഷേപിച്ചിട്ടുണ്ടോ, അതോ ഇതൊരു വെറും സമരമാണോ? അതായത് എം മണിയുടെ വാക്കുകൾ സാംസ്കാരിക കേരളത്തിനേറ്റ ഒരു മുറിപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇദ്ദേഹം കേരള ഭരണകൂടത്തിനകത്ത് ഒരു മന്ത്രിയായി ഇരുന്നു കൊണ്ട് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ സമരരംഗത്ത് വന്നിട്ടുണ്ട്. അത് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത സ്ത്രീകളുണ്ട്. സ്ത്രീകൾ വീട്ടിലെ പണിയും വീട് നോക്കലും സമൂഹത്തെ നോക്കലും ഒരുമിച്ച് ഇരട്ട ജോലി ചെയ്തുകൊണ്ട് അത്യധ്വാനം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളുണ്ട്. എം മണി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്തായിരുന്നു?
അദ്ദേഹത്തിന്റെ ആംഗ്യവിക്ഷേപം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് കുറെ പെൺമക്കളുണ്ട്. ഒരു പെൺമക്കളൊക്കെ കുറെ പെൺമക്കളൊക്കെയുള്ള വയസ്സൊക്കെ ഇത്രയൊക്കെ എന്തായാലും പ്രായമായല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു പക്വതയോട് കൂടിയിട്ടുള്ള സമീപനവും വാക്കുകളുമായിരുന്നു എം എം മണി പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ പരാതി. അത്രേ ഉള്ളൂ പരാതി. പക്വതയില്ല, ശരീരഭാഷ മോശമാണ്, തെറി പറയുന്നു എന്നുള്ളതാണോ പരാതി? അതിനും അപ്പുറത്തേക്ക് കേരളീയ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും മന്ത്രി എം എം മണിയുടെ വാക്കുകളും പ്രസ്താവനകളും. അത് കേട്ടുകൊണ്ട് പോകാൻ കേരളത്തിലെ സ്ത്രീകൾക്കാകില്ല. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് മന്ത്രിസ്ഥാനത്തിൽ നിന്ന് വിലസിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നത്. പെമ്പിളി ഒരുമയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ നടത്തിയ ഐതിഹാസികമായ സമരത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിനെ പിന്തുണച്ചതാ. അതിന് മറ്റേ പണിയാന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ ആളിന് ആ മന്ത്രിസ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ല. ആ മറ്റേ പണി അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അതായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ പണിയല്ല കേരളത്തിലെ ജനങ്ങൾ. അന്തസ്സാണ് സ്ത്രീയുടെ മുഖമുദ്ര. അങ്ങനെ ഈ മാതിരിയുള്ള ആക്ഷേപങ്ങൾ സ്ത്രീകളെ അതുപോലെ വിലയിരുത്തുന്ന ഈ ആളിന്റെ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. പൈനാവിലെ പോളിടെക്നിക്കിന്റെ വനിതാ പ്രിൻസിപ്പലിനെ അദ്ദേഹം അപമാനിച്ച വാക്കുകൾ നാം മറന്നിട്ടില്ല. പുത്രവിയോഗത്താൽ പൊള്ളുന്ന വേദനയുമായി വന്ന ജിഷ്ണു പ്രണോയുടെ അമ്മയെ അപമാനിച്ച വാക്കുകൾ നാം മറന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളെ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ഞാനും നിങ്ങളും അടക്കമുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനകരമാണ്. CPM-ന് അപമാനകരമാകേണ്ടതാണ്. ശ്രീമതി ലിസി സണ്ണി, പൊമ്പിള ഒരുമയുടെ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് താങ്കളും. മണിയുടെ ഈ പ്രസംഗത്തെ എങ്ങനെയാണ് ലിസി സണ്ണി കാണുന്നത്? അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് തന്നെയാണ്. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും സഹിക്കാവുന്ന കാര്യമല്ല. അത് ഒരിക്കലും ഞങ്ങള് അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് തെറ്റാണ്. അതിന് വേണ്ടിയ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. ലിസി സണ്ണി അടക്കമുള്ളവർ തന്നെയാണോ ഇപ്പോൾ മന്ത്രി മണിയുടെ രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ സമരമുഖത്തുള്ളത്? ഞാൻ ഇതുവരെ ഈ സമരപന്തലിൽ വന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പൊമ്പിള ഒരുമയുടെ ഞങ്ങളോട് ആരോടും ഒന്നും ചോദിക്കാതെ ഇഷ്ടത്തിന് വന്നേച്ച് ഇന്ന് ഒരു പ്രസ്താവന നടത്തുന്നു, അപ്പൊ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടത്തുന്നു, അപ്പൊ തന്നെ ഒരു സമരം പ്രഖ്യാപിക്കുക. നമ്മുടെ കമ്മിറ്റികൾക്കോ അല്ലെങ്കിൽ ഒരു പൊമ്പിള ഒരുമ നേതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കോ ഇത് അറിയണം. ഇത് ആരും അറിഞ്ഞിട്ടില്ല. അറിയാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവര് നാടകം കളിക്കാനും അവര് വലിയ ആളാകാനും മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ ആളാകാൻ വന്നാൽ പോരാ. ജനങ്ങൾ അറിയണം, ഞങ്ങളെ അറിയിക്കണം. ഇന്നമാതിരി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് അപ്പോഴാണ് ബസ്സിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഈ പ്രസ്താവനയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്, മൂന്നാറിൽ വലിയ സമരം നടക്കുന്നുണ്ട്. എന്നെ പുറത്താക്കാൻ ഇവിടെ എവൾക്കും ധൈര്യമില്ല. എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞവൾ ആരാണ്? ഞാനാണ് പൊമ്പിള ഒരുമ നടത്തിയത്. നിങ്ങൾക്കറിയാലോ, ചർച്ചയിൽ മുതൽ എല്ലാ കാര്യം മുതലും ആരംഭം മുതൽ അവസാനം വരെ ഞാൻ ഈ പൊമ്പിള ഒരുമ ഞാൻ കൊണ്ടുപോകും. ഇനിയും ഈ പൊമ്പിള ഒരുമയിലിരിക്കും. ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോയിട്ടില്ല. ഏതവളാണ് എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞവളെ ഞാൻ പുറത്താക്കും. പൊമ്പിള ഒരുമ ശക്തമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഞാൻ വരാം. അങ്ങനെ ഒരു ഒരുമ നിങ്ങളുടെ ഭാഗത്തില്ലേ? എല്ലാവരും പറയുന്നത് മന്ത്രി മണി രാജിവെക്കണം എന്നാണ്. അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് വിയോജിപ്പില്ല. എന്തുകൊണ്ടാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ? അത് എനിക്കറിയില്ല. ഞാൻ CPM വിട്ടിട്ട് രാജേശ്വരി ചേച്ചിയോടും പൊമ്പിള ഒരുമയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും ഞാൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി CPM-കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് അവരുടെ കൂടെ ഇഷ്ടമില്ല ചേച്ചിയുടെ കൂടെ ഞാൻ വീണ്ടും പൊമ്പിള ഒരുമയിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്, ചേച്ചി പറ എന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി ഞങ്ങൾ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ച് കമ്മിറ്റിയിലുള്ളവരോട് തീരുമാനിച്ച് പറയാൻ കമ്മിറ്റിയിൽ ഗോമതി എൻ്റെ തീരുമാനമല്ല. ഞാൻ കമ്മിറ്റിയുടെ ഗോമതി ഇത് എൻ്റെ തീരുമാനമല്ല. ഞാൻ എൻ്റെ കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, CPM-ൽ ഞാൻ ഒരു ഇതിലും പോകുന്നില്ല ചേച്ചി, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാ വീട്ടിൽ, എനിക്ക് പാർട്ടിക്കാരുടെ കൂടെ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൊമ്പിള ഒരുമയിൽ അവരുടെ കൂടെ ഞാൻ കൂടിയിട്ടുണ്ട്, പൊമ്പിള ഒരുമയായിട്ട് കൂടിയിട്ടുണ്ട്. പൊമ്പിള ഒരുമ സമരം വെച്ചിട്ടല്ലേ ഞാൻ ബ്ലോക്ക് മെമ്പറായതും ഈ ലോകം മുഴുവതും ഗോമതി എന്ന് അറിയപ്പെടുന്ന ഒരാൾ പൊമ്പിള ഒരുമ സമരത്തിൽ മുഴുവൻ വന്നവളാണ്. പിന്നെ രാജേശ്വരി ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, എന്നെ കൂടെ ചേർക്കാവോ എന്ന് ഞാൻ പറഞ്ഞു.
ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗം തീരുമാനിച്ചിട്ട് വിളിക്കാൻ കോമതി എന്ന് രാജേശ്വരി ചേച്ചി പറഞ്ഞു. എനിക്ക് അതിനുശേഷം ഒന്നും അറിയില്ല. പൊമ്പള ഉരിമ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുണ്ട് കൗസല്യ, സെക്രട്ടറി രാജേശ്വരി ചേച്ചി ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരോട് ചോദിക്കുക, എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളാണ് ശരിയായ പൊമ്പള ഉരിമ? അത് രാജേശ്വരി ചേച്ചി. ഞാൻ CPM-ൽ പോയില്ലേ, ആദ്യം പൊമ്പള ഉരിമ ഞങ്ങളായിരുന്നു. ഞാനെന്ന് ഞാൻ പറയുന്നില്ല. പൊമ്പള ഉരിമയിൽ വന്ന ആൾക്കാരും ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും ഉണ്ട്, ചേട്ടന്മാരും ഉണ്ട്. അവരാ പൊമ്പള ഉരിമ. ഞാൻ CPM-ൽ പോയില്ലേ, ഇപ്പോഴല്ലേ ഞാൻ പൊമ്പള ഉരിമയിൽ വന്നത്. അപ്പോൾ ഞാൻ പൊമ്പള ഉരിമയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പൊമ്പള ഉരിമയിൽ ഉണ്ട്, പൊമ്പള ഉരിമയിൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് രാജേശ്വരി ചേച്ചിയോടും ഇപ്പോഴത്തെ പ്രസിഡന്റോടും ചോദിച്ചാൽ മനസ്സിലാകും. ശരി, ഈ സമരം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മന്ത്രി മണി രാജിവെക്കണം എന്നുള്ളത് കൂടിയ ഒരു ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെല്ലാം ഒന്നിച്ചു ചേർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബലം ഉണ്ടാവും. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിപ്പോ പറയുന്ന ലിസിന്റെ കാര്യമോ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ കാര്യം പറയാൻ ഇവിടെ വന്നില്ല. ഞങ്ങളുടെ പ്രശ്നയാ പാവപ്പെട്ട ഒരു ജീവിനെ, നമ്മുടെ പെണ്ണുങ്ങളെ കുറിച്ച് ഒരു ജ്ഞാനക്കേടാക്കിയ പ്രശ്നം ഇവിടെ പറയാൻ വന്നതാ. ഇവിടെ പ്രസിഡന്റ് ആരെ സെക്രട്ടറി ആരെ തിരഞ്ഞെടുക്കാൻ ഇവിടെ വന്നില്ല. പക്ഷെ ഞാൻ 1 മണിക്ക് കണ്ടത് മണി പറഞ്ഞത് കണ്ടിട്ട് ഞാൻ പുറത്ത് ഇറങ്ങി. എന്റെ അംഗങ്ങളെ കൂടി ഞാൻ പുറത്ത് ഇറങ്ങി. എല്ലാരും TV-യിലെ കണ്ടിട്ട് ഇറങ്ങിയതാ. ആരെയും വിളിക്കാനൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയതാ. ഇപ്പോൾ എനിക്ക് ആവശ്യം പൊമ്പള ഉരിമ ഞങ്ങൾ മുന്നോട്ട് വന്ന് പിന്നോട്ട് വന്ന് അതൊക്കെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ എനിക്ക് വേണ്ടത് ഒരു പെണ്ണ്, ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ഒരു വാക്ക് പറഞ്ഞില്ലേ മണി, അതുക്ക് മാത്രം ഇവിടെ ഞാൻ ചോദ്യം ചോദിക്കാൻ വന്നതാ. എനിക്ക് വേണ്ടത് എന്നെ തെറ്റായിട്ട് പറഞ്ഞല്ലേ, തെറ്റായിട്ട് പറഞ്ഞ മണി ഞങ്ങൾ പറഞ്ഞത് അവർ പറയണം. അതെ, ഈ ചർച്ച ഇവിടെ വളരെ സമന്വയത്തോടുകൂടി കേൾക്കണം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് അല്ലല്ല. ഇത് മന്ത്രി മണിക്ക് വേണ്ടി വന്ന് വേഷം കെട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മന്ത്രി മണിക്ക് വേണ്ടി വേഷം കെട്ടൊന്നും നടത്തണ്ട. മന്ത്രി മണി കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് ഇരുന്നു കൊണ്ട് കേരള മുഖ്യമന്ത്രി സ്ത്രീകളെ അധിക്ഷേപിച്ച മന്ത്രി മണി റോഡിലിറങ്ങിയാൽ അവന്റെ കാരണക്കുറ്റിക്ക് അടിക്കാൻ തന്റെ ഇടമുള്ള പെണ്ണുങ്ങൾ ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. നടക്കില്ല, വേഷം കെട്ട് നടക്കില്ല. കേരളത്തിലെ അമ്മമാരെ വെല്ലുവിളിച്ചാൽ, സ്ത്രീകളെ വെല്ലുവിളിച്ചാൽ, അങ്ങനെ മന്ത്രി മണി ഇരിക്കുന്ന കസേരയോട് നീതി പുലർത്തിയില്ലെങ്കിൽ മന്ത്രി മണി കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല. കാരണക്കുറ്റിക്കിട്ട് അടി കൊടുക്കാൻ തന്റെ ഇടമുള്ള സ്ത്രീകൾ ഈ കേരളത്തിൽ അത് കാണും. മന്ത്രി മണി ഇങ്ങനെ ഒരു മന്ത്രി ഈ കേരള നിയമസഭയ്ക്കകത്ത് വേണ്ട. എല്ലാവർക്കും പറയാനുള്ള അവസരം ഉണ്ടാകും. മന്ത്രി മണി വരട്ടെ, ഈ വേദിയിലേക്ക് വരട്ടെ, തന്റെ ഇടമുണ്ടെങ്കിൽ വരട്ടെ. കേരളത്തിൽ അമ്മമാർ CPM-ന്റെ മുഖം ലോകം മുഴുവൻ കാണുകയാണ്. CPM-ന്റെ യഥാർത്ഥ മുഖം ലോകം മുഴുവൻ കാണുകയാണ്. ഇതാണ് അസഹിഷ്ണുതയുടെ പര്യായം. സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുന്ന അസഹിഷ്ണുതയുടെ പര്യായമായി മാറിയിരിക്കുക. അന്തസ്സുണ്ടെങ്കിൽ ആശയപരമായി എതിർക്കണം. ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുക. CPM-ന്റെ നേതാക്കന്മാര് വന്ന് ജനങ്ങളോട് ആശയപരമായി എതിർക്കൂ. പോയി പണി നോക്കണം. ആണോ ഇല്ലല്ലോ അയാളെ പിന്തുണയ്ക്കായി പറയുന്ന കേൾക്കൂ. നിൽക്കുന്നു. ഞാൻ കൺട്രോൾ. പാർട്ടി കമ്മിറ്റി അന്തസ്സായിട്ട് പെരുമാറാൻ പഠിപ്പിക്കും. പിന്നെ ഇറങ്ങും നാട്ടിൽ സേവനത്തിന്. പാവപ്പെട്ട സ്ത്രീകളെ മെക്കിട്ടേറെ. മൂന്നാറിലെ പൊമ്പള ഒരുമയ്ക്കെതിരെ മണി നടത്തിയ പരാമർശമാണ്
ചോര തിളക്കുന്നു എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത് CPM-ന്റെ വക്താവ് കൂടി നമ്മളോടൊപ്പമുണ്ട്. നേരത്തെ CPM-ന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്താണ് MM മണി പറഞ്ഞതിനെ കുറിച്ച്? സ്ത്രീത്വത്തെ ആകെ അപമാനിക്കുന്ന പരാമർശമാണ് MM മണി നടത്തിയത് എന്നാണ് ഇവരെല്ലാവരും ഒരേപോലെ പറയുന്നത്. എന്താണ് MM മണിയുടെ പ്രസംഗം സംബന്ധിച്ച് നിങ്ങളുടെ വിശദീകരണം? നേതാവ് MM മണി അവർ CPM-യുടെ നേതാവും മന്ത്രിയുമായ MM മണി അവർ പറഞ്ഞതിൽ തെറ്റെന്ന് പറയുന്നത് ചെറിയ തെറ്റ് പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. ചെറുതായിട്ട് പെൺകൾ ഉരിമയെന്ന് പറഞ്ഞത് മാത്രമല്ല, അത് പെണ്ണുങ്ങളെ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അത് മാത്രമല്ല, അത് നിങ്ങൾ ബഹളം വെച്ചാൽ അവര് ബഹളം വെക്കില്ലേ? ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് മണിച്ചേട്ടൻ ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. മനസ്സിലായില്ലേ? നാനും ഒരു പെണ്ണാണ്. അത് കാരണം പെണ്ണുങ്ങളെ കുറിച്ച് ആര് സംസാരിച്ചാലും എനിക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെയാ. ഞാൻ പെണ്ണുങ്ങൾക്കാക വേണ്ടി പോരാടുന്ന ഒരാളും കൂടിയാ. പക്ഷേ CPM എന്ന് പറഞ്ഞാൽ ഒന്ന് സാധാരണ പാർട്ടി അല്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ CPM-ലേക്ക് വന്നത്. അപ്പൊ ചെറിയ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ പറയാൻ രീതിയിൽ പറയണം. ചെറിയ തെറ്റുണ്ടോ? ചെറിയ തെറ്റെന്ന് പറഞ്ഞാൽ പെൺകൾ ഉരിമയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ഇത് പോയിന്റ് പറഞ്ഞത് കാരണം ഇവർ അതാ പറയാണ്. പക്ഷെ അത് എന്താന്ന് വെച്ചാല് പെണ്ണുങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞതല്ല. എന്താന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞതിൽ ചില മാറ്റങ്ങൾ ഉണ്ട്. ഇപ്പൊ പെൺകൾ ഉരിമയെന്ന് പറഞ്ഞ് വരുമ്പോ പെൺകൾ ഉരിമയായിട്ട് ഇവിടെ ആരും ഇല്ല. എല്ലാം പെൺകൾ ഉരിമയൊക്കെ പൊട്ടി തെളിഞ്ഞു പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഉരിമയെന്ന് പറഞ്ഞ് ഗോമതി വന്നിട്ട് CPM-യുടെ നേതാവായി മഹിളയുടെ നേതാവായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തനം ചെയ്തു, ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു. CPM-യുടെ കൂടെ ഉണ്ടായിരുന്നവരാണോ ഇപ്പോ നിങ്ങൾ? CPM-ല് കോമതി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു. കോമതിനെ കുറിച്ച് കുറ്റം പറയാനും ഇല്ല. പക്ഷേ CPM-ല് നല്ല രീതിയിൽ കോമതി കൊണ്ടുപോയി നടന്നതാണ്. ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തനം ചെയ്തതാണ്. എന്താന്ന് അറിയത്തില്ല, കോമതി മാറിപ്പോയി. അത് അവരുടെ ഇഷ്ടമാണ്. എവിടെയെങ്കിലും അവരവരുടെ ഇഷ്ടമാണല്ലോ. എവിടെയെങ്കിലും മണിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എങ്കിൽ മണി മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടുണ്ടോ? സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശമല്ലേ? അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞതല്ലല്ലോ. അങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലല്ലോ. പെണ്ണുങ്ങളെ കുറിച്ച് ഒത്തിരി മോശമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ രാജിവെക്കണം? മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണേ. മേഴ്സിക്കുട്ടിയമ്മ, PK ശ്രീമതി, അങ്ങനെ CPM-ന്റെ നിരവധി നേതാക്കൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശം പരാമർശം മന്ത്രി മണി നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അത് അവർ ചില വിഷയങ്ങളിൽ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റു പറ്റുന്നതായിരിക്കും. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന ഒരു നേതാവാണ്. അതിൽ ഉറപ്പിച്ച് പറയും. ഓക്കെ. ഇടുക്കിയിലെ മണിയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അധികമാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം മണി എല്ലാ കാലഘട്ടത്തിലും ഇടുക്കി ജനതയ്ക്കൊപ്പം നിന്ന ആളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ പൊമ്പിള ഒരുമ വന്നു. ഇപ്പോൾ ഇവരും പറയുന്നത് അങ്ങനെയാണ്. മണി ഇടുക്കിയിലെ പൊമ്പിളയ്ക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ള നേതാവാണ്. പിന്നെ എന്തിനാ ജിഷ്ണു പിണറായിയുടെ അമ്മയെ പിണറായി വീട്ടിനകത്ത് പോയാൽ കതവ് പൂട്ടിയിടും എന്ന് പറഞ്ഞതും, പിന്നെ പ്രിൻസിപ്പാള് വനിത പ്രിൻസിപ്പാളെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ പൊമ്പള ഉരിമ എല്ലാരും കണ്ടതാ, എല്ലാവരും TV-ല് കണ്ടതാ. ഇപ്പൊ പരസ്യമായിട്ട് സുശീല ചേച്ചി മാത്രം MM മണിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ MM മണി പറയുന്നത് പോലെ ഇവർക്ക് മണ്ടയ്ക്ക് ഇല്ലാത്തവരാണോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഞാൻ പറയുന്നത് നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യണം. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോ മുഖ്യമന്ത്രിക്ക് നേരെ കേക്കൂ അടിമത്തത്തിന്റെ ആൾരൂപങ്ങൾ ഇങ്ങനെ രണ്ട് ദേശീയ പാർട്ടികളുടെ രണ്ട് പ്രതിനിധികളാണ്. ഇവിടെ മുഴുവൻ തെറ്റിദ്ധാരണയാണോ? ഇപ്പം ഗോമതി സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. എന്താണ്? ജിഷ്ണു പ്രണോയിയുടെ അമ്മയെ കാണാൻ പിണറായി വിജയൻ അങ്ങോട്ട് പോയിരുന്നു എങ്കിൽ വാതിൽ കുറ്റിയിടുമായിരുന്നു എന്നുള്ള ഒരു പ്രസംഗമുണ്ടല്ലോ. അപ്പൊ എന്താ? അല്ലല്ല, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അതാണ് പറയുന്നത്. മൊത്തത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ടോ എന്നുള്ളതാണ്.
മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ അടച്ചാൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. അത് ബിന്ദു കൃഷ്ണക്കും മനസ്സിലാവും, ശോഭാ സുരേന്ദ്രനും മനസ്സിലാവും അല്ലെ? ഈ മാതിരി തെറ്റിദ്ധാരണയാണോ പ്രചരിപ്പിക്കുന്നത്? പക്ഷെ അത് മനസ്സിലാകും. അതിനുശേഷം മന്ത്രി മണി ഈ സമരം നടത്തിയ സ്ത്രീകൾ പുരുഷന്മാരെ കൂട്ടി അങ്ങോട്ട് കയറിപ്പോയത് എന്ത് പണിക്കായിരുന്നു എന്നുള്ളത് ഞാൻ മാത്രമല്ലല്ലോ കേട്ടത്. അല്ലല്ല, ഉണ്ട്. അത് നിഷേധിക്കരുത്. അതായത് ഒരു മന്ത്രിയും ഒരു രാഷ്ട്രീയക്കാരനും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് മന്ത്രി മണി കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിച്ചത്. ഇത് കേവലം പെമ്പിള ഒരുമയ്ക്കെതിരായിട്ടുള്ള വാക്കുകൾ മാത്രമല്ല, ഇത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും എതിരായിട്ടുള്ളതാണ്. ഈ മന്ത്രി മണിയെ ഇങ്ങനെ കയറൂരി വിടാൻ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്ന് വനിതാ കമ്മീഷൻ മെമ്പർ ഇവിടെ വന്നല്ലോ, വനിതാ കമ്മീഷൻ മെമ്പർ പറഞ്ഞു ഞങ്ങൾ സോമോട്ടോ കേസെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ SP ഫോണിൽ വിളിക്കുന്നു, ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിളിച്ചത്, SP-യോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വനിതാ കമ്മീഷൻ പറയുന്നു നിലനിൽക്കുന്ന നിയമപ്രകാരം സ്ത്രീക്കെതിരെയുള്ള കടന്നാക്രമണമാണ് മന്ത്രി മണി നടത്തിയിട്ടുള്ളത്, അത് അധിക്ഷേപമാണ്, അശ്ലീല പ്രസംഗമാണ്, മന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. എന്തിനാണ് പിണറായി വിജയൻ ഈ മന്ത്രിയെ സംരക്ഷിക്കുന്നത്? എന്താ കാരണം? IPC 354A പ്രകാരം ശ്രീ MM മണിക്കെതിരെ കേസെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. MM മണിയുടെ സ്ഥാനത്ത് ശ്രീ നികേഷോ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും പുരുഷന്മാരാണോ പറഞ്ഞതെങ്കിൽ ഇതിനോടകം കേസെടുക്കുമായിരുന്നു. എന്ത് തന്നെയും ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശ്രീ MM മണിയുടെ പദവിക്ക് യോജിക്കുന്ന പ്രസ്താവനകളല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയ അടിമത്തത്തിന്റെ പേരിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്നവര് സ്ത്രീകളുടെ അവകാശങ്ങളെ കാണാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ചോദിക്കാനുണ്ട് ഗോമതിയുടെ അടുത്ത് ഒരു വാക്ക്. എന്തുകൊണ്ട് അവള് പറഞ്ഞല്ലോ ഈ ഗോമതി ഞങ്ങളെ തേവിടിച്ചെന്ന് വിളിച്ചിട്ടുണ്ട്. എന്തല്ല ഭാഷയില് ഒരു ചർച്ചയില് പരസ്യമായി ഞങ്ങളെ അപമാനിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞ പിന്നെ ഇപ്പൊ എന്തിനാണ് പൊമ്പള ഒരുമയിലേക്ക് വന്നിരിക്കുന്നത്? അതെനിക്കറിയണം. മൂന്നാറില് ഗോമതി വലിയ റവടിയാണോ? അല്ല, ഞാൻ ചോദിക്കാണ്. ഗോമതിക്ക് ഇഷ്ടമുള്ളപ്പോ എല്ലാവരും വാ, പാർട്ടിയിലേക്ക് വാ. പൊമ്പള ഒരുമയിലിരുന്നാൽ നമ്മൾക്കൊന്നും കിട്ടില്ല. അല്ല, അവര് CPM-ലേക്ക് പോയി തിരിച്ചു വന്നു. അതിലെന്താ കുഴപ്പം? CPM-ലേക്ക് എല്ലാ ആൾക്കാരെയും കൊണ്ടുപോയില്ലേ? ഇപ്പൊ പൊമ്പള ഒരുമയിലേക്ക് വന്നേച്ച് എല്ലാവരും പൊമ്പള ഒരുമ പാർട്ടിയിലേക്ക് പോകരുത്. ചോറ് തിങ്ങണവരെല്ലാം നമ്മുടെ മണിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. പൊമ്പള ഒരുമയിലെ വിഭാഗീയത മാറ്റി നിർത്താം നമുക്ക്. ഞാൻ ചോദിക്കുന്നത് മണിയെക്കുറിച്ചാണ്. മണി നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധമാണോ? സ്ത്രീവിരുദ്ധമാണ് എങ്കിൽ അക്കാര്യത്തിൽ ഗോമതി വിഭാഗത്തിന് ചിലത് പറയാനുണ്ട്. അവരെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ലിസി സണ്ണിയുടെ കാര്യത്തിലുള്ള അഭിപ്രായം? എന്റെ കാര്യത്തിൽ MM മണി പൊമ്പിളെ പെണ്ണുങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ പൊമ്പിള ഒരുമയുടെ പേര് പറഞ്ഞ് ഈ മൂന്നാറ് കൊളമാക്കാന്ന് കോമതി ഓർക്കണ്ട. അത് നടക്കില്ല. ഇവിടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. ഈ മണിയാശാനെ കുറിച്ച് ഇവിടെ പറയാൻ ആർക്കും ഒരു അർഹതയില്ല. മണിയാശാൻ നിങ്ങൾക്ക് വലുതായിരിക്കും, ഞങ്ങൾക്ക് വലുതല്ല. സ്ത്രീകളെ മണിയാശാനെ കൂട്ടും, നടച്ചങ്ങലക്കിട്ട് തളക്കും മണിയാശാനെ. നിങ്ങൾ രമണാശന്റെ അടിമയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നേതാവിനെ മണിയാശാനെ പഠിപ്പിക്കാൻ സഖാവ് തെറ്റ് പറഞ്ഞാൽ തെറ്റെന്ന് പറയണം സഹോദരി. നേതാവ് തെറ്റ് പറഞ്ഞാൽ തെറ്റെന്ന് പറയണം സഹോദരി. മണിയാശാനെ പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾക്ക് നേരെയാകാം, നിങ്ങളുടെ പാർട്ടികളൊന്നും നിങ്ങൾക്ക് നേരെയാകാം. നടക്കില്ല സഹോദരി. കേരളത്തിൽ നിങ്ങളത് ഓർക്കണം. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സ്ത്രീകൾക്കെതിരെ പറയുന്ന ഏത് നേതാവായാലും ആ നേതാവിനെതിരെ ആർജവത്തോടെ നട്ടല് നിവർത്തി തല ഉയർത്തി പറയാൻ പഠിക്കണം സ്ത്രീകള്. മണിയാശാനെ ചൂലുകൊണ്ടല്ല, മണിയാശാനെ ഇവിടെ കിട്ടിയാൽ കാരണക്കുറ്റിക്കിട്ട് കൊടുക്കും. ഇവിടെ കിട്ടിയാൽ ചൂലുകൊണ്ടല്ല, അടിച്ച് പൊളിച്ചു കളയും. അമ്മമാർക്കെതിരെ അധിക്ഷേപവുമായി ഒരു മന്ത്രി മുന്നോട്ട് വന്നാൽ അടിച്ച് കാരണക്കുറ്റി തകർത്ത് കളയും. കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന തന്റെ സ്ത്രീകൾ സംയമനം പാലിച്ചാൽ നടക്കില്ല. കേരളത്തിൽ സംയമനം പാലിച്ചാൽ മാത്രമേ വേഷം കെട്ടുമായിട്ട് വരണ്ട മണിയാശാൻ.
സംയമനം പാലിക്കണം, സംയമനം പാലിക്കണം. ആ ഗോമതി പറഞ്ഞോ. എന്തുകൊണ്ട് എം മണി പെണ്ണുങ്ങളെ ഇങ്ങനെ പൊമ്പള ഉரிമയെ പറഞ്ഞതും ശ്രീമതി ടീച്ചറും മേഴ്സിക്കുട്ടിയും എം മണി പറഞ്ഞതിന് ഞങ്ങള് പൊമ്പള വനിതകളുടെ കൂടെയാണ് ഞങ്ങളും പരാതി കൊടുക്കും എന്ന് പറഞ്ഞത് അവരുടെ പാർട്ടി മന്ത്രിമാരാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു? നീ പൊതു ചർച്ചയിൽ നീ എന്തിനു ഞങ്ങളെ ആക്ഷേപിച്ചു? നീ എന്തിനു ഞങ്ങളെ അവമാനിച്ചു? നീ ആരാ? നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? പറഞ്ഞോ. എന്റെ കയ്യിൽ മൈക്ക്. ഈ പൊമ്പള ഉരിമ സമരം നടന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ പൊമ്പള ഉരിമ സമരം നടന്നത്. അത് നിങ്ങൾ മറന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് യാതൊരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ പൊമ്പള ഉരിമ സമരം ഉണ്ടായതും ഇവിടുത്തെ തൊഴിലാളികൾ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ചോദ്യം ബിന്ദു കൃഷ്ണനോടും രണ്ടുപേരോടും ഇവിടെ ആ സമയത്താണ് ഉണ്ടായത്. അന്ന് ഉമ്മൻചാണ്ടി ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളെ ഇവിടെ വന്ന് കാണുവാനോ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അന്ന് ഈ തോട്ടം തൊഴിലാളികൾ ഇവിടെ കാലങ്ങളോളം അടിമകളായി ജീവിക്കുന്നു എന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള ശമ്പള വർധനവോ അവരുടെ ലയൻസുകളോ എല്ലാം പശുത്തൊഴുത്തിനേക്കാളും മോശമായ രീതിയിൽ അവർ താമസിക്കുന്നുണ്ട് എന്ന് കേരള ജനതയും ലോക ജനതയും അറിയിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. അത് മറന്നുകൊണ്ട് CA കുര്യന്റെയും കുപ്പസ്വാമിയുടെയും അതേപോലെ AK മണിയുടെയും ഫോട്ടോ തൂക്കിയിരുന്ന തോട്ടം തൊഴിലാളിയുടെ വീട്ടിൽ VS അച്യുതാനന്ദന്റെയും നികേഷ് കുമാറിന്റെയും ഫോട്ടോ വന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. നികേഷ് കുമാറിന്റെയോ അല്ല ഇനിയിപ്പോ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ വെക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. നിങ്ങളെ പോലെ അങ്ങനെ എതിർക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകാരാധ്യനായ ഉമ്മൻചാണ്ടി ഈ പറയുന്ന പെമ്പിളരുമയുടെ സഹോദരിമാർ പോയി കണ്ട് അഭിനന്ദിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ പതിറ്റാണ്ടുകളായി CPM-ന്റെ MLA-മാര് ആ MLA-മാരെ ഈ സഹോദരിമാർ കൈകാര്യം ചെയ്യുന്ന രീതി കേരളം മുഴുവൻ കണ്ടതാണ്. ഞങ്ങളുടെ ഗവൺമെന്റാണ് ആ സമരം ഒത്തുതീർപ്പാക്കി ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത്. തൊഴിലാളികളോടൊപ്പമാണ് ഞങ്ങൾ നിന്നത്. ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത്? തൊഴിലാളികളെ കാണാൻ വരില്ലെന്നല്ലേ നിങ്ങൾ രാഷ്ട്രീയ അടിമത്തമല്ലേ പറയുന്നത്? തൊഴിലാളികളുടെ അവകാശങ്ങളൊന്നും ഞങ്ങൾ അന്തസ്സായിരിക്കും. നിങ്ങളിൽ ഒരാൾ ആരാ ചോദ്യം ചോദിക്കാം? ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചാൽ മണ്ണിൽ ജനിച്ചു വളർന്നവരാ മലയാളികളായ അന്തസ്സോടെ ഞങ്ങളെ നിങ്ങളുടെ ആരും ഉമ്മാക്കേണ്ടി പേടിക്കുന്നില്ല. നിയന്ത്രിക്കണം. ഇവിടെ പറഞ്ഞോ. ഇവിടെ ശോഭാ സുരേന്ദ്രൻ കേൾക്കാം. 16 സെക്കൻഡിൽ കൂടുതൽ സ്ത്രീകളെ നോക്കിയാൽ കേസെടുക്കാൻ നിയമമുള്ള ഈ നാട്ടില് ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ച MM മണി ഇപ്പോഴും മന്ത്രിയെ തൊഴുന്നതിന്റെ പിന്നിൽ അല്ലെങ്കിൽ നിലനിർത്തുന്നതിന്റെ പിന്നിൽ ചേതോ വികാരം എന്താണ്? ചേതോ വികാരം ഈ മൂന്നാറിൽ, ഈ ഇടുക്കി ജില്ലയുടെ മണ്ണിൽ ഈ മൂന്നാറിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുള്ള വമ്പന്മാരുണ്ട്. ആ ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുള്ള വമ്പന്മാരുടെ കാവൽക്കാരൻ കൂടിയാണ് MM മണി. അങ്ങനെയുള്ള MM മണിക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭയക്കും. MM മണി തുറന്നു പറയുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഓടിച്ച് കരുതി ഭയപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ബിനാമികൾ ഇവിടെ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മണിയെ തൊട്ടാൽ പിണറായി വിജയന് പൊള്ളും. അതാണ് തീരുമാനമെടുക്കേണ്ടത്, മറ്റൊന്നുമല്ല. ഇനി അടുത്ത ആരാ ചോദ്യം ചോദിക്കുന്നത്? ഇങ്ങോട്ട് തരണം മൈക്ക്. ഇങ്ങോട്ട് വരണം. പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല. ഇങ്ങോട്ട് വാ. പറഞ്ഞോ. മൈക്ക് ഇവിടെ ഇല്ല. അല്ല, ഇങ്ങനെ പറയും. ഇവിടെ മിണ്ടല്ലേ. ആരും വർത്താനം ഞങ്ങള് പൊമ്പള ഒരുമയെ കുറിച്ചോ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ചാണല്ല സംസാരിക്കാൻ വന്നേക്കുന്നത്. ഇവിടെ
ഇവിടെ 12,600 തോട്ടം തൊഴിലാളികൾ എന്റെ സഹോദര സഹോദരികളെ അസത്യം പറഞ്ഞ ഒരു മന്ത്രി ഈ മന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ ആരെങ്കിലും ഒരു മിനിറ്റ് എന്റെ കൂടുതലൊന്നും പറയണ്ട എന്റെ അമ്മയും പെങ്ങളും തൊഴിലാളിയാണ്. எங்க அம்மாவும் எங்க அக்காவும் பிறந்தவனும் மூணாறு இந்த தோட்டத்தை உண்டாக்குறது என் அக்காவும் என் சகோதரியும் என் தாய்மாரும் அதுக்கு ബഹുമാനപ്പെട്ട ഒരാളോട് ചോദ്യം ചോദിക്കുക. പറഞ്ഞു സഭ്യമായ ഭാഷയിൽ. ബഹുമാനപ്പെട്ട ബിജെപി പെണ്ണുങ്ങൾക്കും പറഞ്ഞു കേൾക്കാം. പറയട്ടെ. പെൺകൾ ഉரிமை തുടങ്ങിയത് ശരിയാ. പെൺകൾ ഉரிமை തുടങ്ങി പെൺകൾ ഉரிமை വിശേഷിച്ചു ചൊല്ലി വെറ്റിയടഞ്ഞു മതി അതിലൊക്കെ ശരിയാ. ആനാ തേർതൽ വന്നു പെൺകൾ ഉரிமை 2 പഞ്ചായത്തിൽ ഒരു ബ്ലോക്കിലും ജയിച്ച പിന്നെ പെൺകൾ ഉரிமை അവർ എവിടെ പോയി? 2 എണ്ണം കോൺഗ്രസിൽ പോയി കൈക്കൂലി മേടിച്ചിട്ട് ഈ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് കോൺഗ്രസ് ഭരണം പഞ്ചായത്ത് അമയ്ക്കാൻ കോൺഗ്രസ്ക്ക് പോയി. പിന്നെ 2 കോൺഗ്രസിലെ കാശ് മേടിച്ചിട്ട് പോയി. ഒരെണ്ണം കിട്ടുന്നുണ്ട് CPM ഓഫീസിലാണ് ഒരെണ്ണം എം.എം.മണി പറയുന്ന തെറ്റൊക്കെ തിരുത്തി കൊടുക്കണം വല്ലപ്പോഴും. എം.എം.മണിയെ ഇങ്ങനെയൊക്കെ തോന്നിയ സമരം വല്ലപ്പോഴും തിരുത്തി കൊടുക്കണം. ഒരു കാറ് വേണം, ഒരു വീട് വേണം, അവൻ തനിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു ആഫീസ് വേണം. ഇതാരാ ചോദിച്ചത്? അവിടെ വേറെ കിട്ടിയില്ല ഒന്ന്. അതുകൊണ്ടാണ് കളിച്ചാഴ്ച പുറത്തിറങ്ങിട്ട് വീണ്ടും സ്ത്രീകളുടെ അവകാശ സമരങ്ങളെയൊക്കെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് ഫാസിസ്റ്റ് മാടമ്പി ശൈലിയാണ്. ഫാസിസ്റ്റ് മാടമ്പി ശൈലിയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പറയരുത്. എം.എം.മണിമാർക്ക് കൂടുതൽ വളരാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നാളെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ഇത്തരം അനാവശ്യങ്ങളുള്ള സമരമാണ്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഉയർത്താൻ വേണ്ടിയുള്ള സമരമല്ല. ഗോമതിക്കെതിരെയാണ് ആക്ഷേപം വന്നത്. ഗോമതിക്കാര് മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമല്ലോ. ഗോമതി, അവര് പറയുന്നത് CPM-ന്റെ ആഫീസിൽ ഒരു മുറി കൊടുക്കണം എന്ന് പറഞ്ഞു, കാറ് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തേ നിങ്ങൾ തോട്ടം തൊഴിലാളികളെ സംരക്ഷിച്ചില്ല? CPM-ന് തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പൊ എന്താന്ന് അന്വേഷിക്കണം. എന്നെ വിളിച്ചപ്പോ എന്നെ വിളിച്ചത് MLA ആണ് വിളിച്ചത്. PLC-യിൽ ഒരു ലേഡി പുറത്തിറക്കില്ല മണിച്ചേട്ടനെ ഞങ്ങൾ, പുറത്തിറക്കില്ല, നാവടക്കാതെ പുറത്തിറക്കില്ല ഞങ്ങൾ. ആൾക്കാർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് പോയി മാനേജ്മെന്റ് എടുത്ത് കോമതി സംസാരിച്ച് പൊമ്പള ഉരിമയുള്ള ആൾക്കാർക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. 5 സെന്റ് സ്ഥലം വെച്ച് നിങ്ങൾ എവിടെ ഉണ്ടോ ഇന്ത്യയിൽ? കോമതി വെച്ച് ഞങ്ങൾ കൊടുക്കാം. മലപ്പുറം ജില്ലയുടെ വലിപ്പമുള്ള ത്രിപുര, പിന്നെ പശ്ചിമ ബംഗാളിൽ പണി പോയി. കേരളം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. 282 MP-മാരുള്ള പാർട്ടിയാണ്. വേഷം കെട്ടൊന്നും വേണ്ട. അത് ഞങ്ങൾ പിൻവലിക്കാം. കൊടുത്തത് ഇവരാണ് സാർ. അത് ഞങ്ങൾ പിൻവലിക്കാം എന്ന് പറഞ്ഞു. എന്റെ കൂടെ പൊമ്പള ഉരിമയിൽ വന്നവർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായി. കോമതി കൂടെ പോയതല്ലേ? കോമതിക്കകത്ത് പോയി സൊസൈറ്റിയിലെ കോമതിയുടെ അമ്മ മരിച്ചില്ലേ? അന്ന് പോയില്ലേ? കോമതിയുടെ അമ്മ മരണം കൊണ്ട് പോയില്ലേ? അപ്പൊ കോമതിയുടെ അതുകൊണ്ട് ഇപ്പൊ ട്രേഡ് യൂണിയനും മാനേജ്മെന്റ് അവർക്ക് എതിരായി. അതുകൊണ്ട് പിന്നെ കുറെ ആൾക്കാരുണ്ട്. ചേട്ടൻ പറഞ്ഞ ഞാൻ ADMK-യിൽ പോയി 5 ലക്ഷം മേടിച്ചു. DGPക്ക് വിജിലൻസ് DGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഗോമതി, മനോജ്, മണികണ്ഠ രാജ, ദേവികുളം, പീരിമേട്, ഉടുമ്പൻചോലയെ തമിഴ്നാട്ടോട് ചേർക്കാൻ ജയലളിത കൂടെ ചർച്ചയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അമ്മയെയും പെങ്ങളെയും മകളെയും ഞാൻ എല്ലാ മീഡിയക്കാരോട് പറഞ്ഞു, ഞാൻ പൊമ്പള ഒരുമയിൽ കണ്ടുകൊണ്ട് ഞാൻ ആരുടെ കൂടെ പോയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നെ ഇലിസി ചേച്ചി വിട്ടില്ല. എനിക്ക് എല്ലാ സ്ഥലം പ്രശ്നം, എല്ലാവരോടും എനിക്ക് പ്രശ്നം ഉണ്ടായി. എല്ലാ സ്ഥലത്തും എനിക്ക് ഒന്ന് തള്ളേ 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 തള്ളേ. ഒരു പാർട്ടിയിലും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള CPM-ൽ പോയി ഞാൻ പോയിട്ടിരുന്നാല് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ പോയതാണ്. പക്ഷേ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇവര് ഇതുവരെയ്ക്കും ഒന്നും CPM ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. അങ്ങോട്ട് തള്ളേ 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 തള്ളേ. ഞാൻ തരാം, മൈക്ക് തരാം, മൈക്ക് തരാം, മൈക്ക് തരാം, മൈക്ക് തരാം, മൈക്ക് തരാം. പറഞ്ഞോ പറഞ്ഞോ. ബ്ലൂ ബ്ലൂ ബ്ലൂ. ആ പറയൂ പറയൂ. ആ പറഞ്ഞോ പറഞ്ഞോ. കേക്ക് കേക്ക്. ഇല്ല ആരും ഒച്ച ഉണ്ടാക്കി മസിൽ പവർ ഒന്നും കാണിക്കണ്ട കേട്ടോ. മിണ്ടായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് BJP-യുടെ സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണയോടും മഹിളാ കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിന്റെ നേതാവ് BJP എക്സിക്യൂട്ടീവ് അംഗം ശോഭാ സുരേന്ദ്രൻ, UP-യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മരിച്ചുപോയ മുസ്ലിം സ്ത്രീയെ എടുത്തു ഭോഗിക്കണമെന്ന് പറഞ്ഞ അതേ BJP-യുടെ ഒരു അംഗമാണ് നിങ്ങൾ. അന്ന് പ്രതികരിക്കാത്ത എന്ത് പ്രതികരണമാണ് നിങ്ങൾക്ക് ഇന്ന് പ്രതികരിക്കുന്നത്? അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയോട് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആർത്തവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത നിങ്ങൾക്ക് മണിയാശം പറയാത്ത സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? വ്യക്തമായ മറുപടി പറയും. ആദ്യം ശോഭാ സുരേന്ദ്രനോടാണ് ചോദ്യം. കേക്കൂ, ചോദ്യം ചോദിച്ചാ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കേ. അതല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ മുഴുവൻ മൂക്കത്ത് വിരൽ വെക്കും. ആ യോഗി ആദിത്യനാഥിനെ കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യം അത് താങ്കളുടെ മനോഭാവനയ്ക്ക് ഉണ്ടാക്കിയ സൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? 75 അസംബ്ലി മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ 75 അസംബ്ലി മണ്ഡലങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള, മുസ്ലിം ജനസാമാന്യ ഭൂരിപക്ഷമുള്ള അസംബ്ലി മണ്ഡലങ്ങളിലടക്കം 300-ലധികം വരുന്ന സീറ്റുകൾ UP-യിലെ ജനങ്ങൾ നൽകിയിട്ടാണ് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. മനസ്സിലായില്ലേ? മണിയാശം പറയാത്ത കാര്യത്തിന്റെ പേരിലാണോ 100,000 പണികൾ വിട്ടിട്ട് ഞങ്ങൾ ഈ മൂന്നാറിലേക്ക് മലകയറിയത്? മണിയാശൻ പറഞ്ഞ വൃത്തികേടിനെതിരെ മറുപടി പറയാനാണ് ഞങ്ങൾ ഈ മൂന്നാറിലേക്ക് വന്നത്. കോൺഗ്രസിന്റെ ഏത് നേതാവ് സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയാലും ആർജവത്തോടുകൂടി തെറ്റാണെന്ന് പറയാനുള്ള ആ ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരെ പോലെ, വനിതാ നേതാക്കന്മാരെ പോലെ അത്തരം സന്ദർഭങ്ങളിൽ മൗനത്തിന്റെ വാഗ്മീയത്തിൽ ഒളിക്കുവാൻ എന്നെയോ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ കിട്ടത്തില്ല. പിന്നെ മണിയാശ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കാൻ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവർ അവിടെ ജീവിച്ചോ. കേരളത്തിൽ അന്തസ്സുള്ള പെണ്ണുങ്ങളുണ്ട്, ആർജവമുള്ള പെണ്ണുങ്ങളുണ്ട്, അവരെ പിന്തുണയ്ക്കുന്ന ജനസാമാന്യമുണ്ട്, ജനങ്ങളെ വിശ്വസിക്കുന്ന പുരുഷന്മാരുടെ ചിന്തിക്കണം. ഇവിടെ വോട്ട് മേടിച്ച് കേരളത്തോടെ അസംബ്ലി പോകുമ്പോലെ ഒരു മന്ത്രിയായിട്ട് ആ മന്ത്രി വന്ന് എന്നെ പറയുന്നത് ഓർക്കണം. ഇവിടെ കഞ്ചാവ് വിളിച്ചിട്ട് ഇവിടെ കുത്തിക്കുറിമല്ല ഒരു സബ് കളക്ടർ മണ്ടയ്ക്ക് വെളിവിലാണ് പറഞ്ഞ എമ്മണിക്ക് വെളിവില്ലയാ എന്നെ ഓർക്കണ്ട. അങ്ങനെ മൈക്ക് കൈമാറി. ഇതാണ് അങ്ങോട്ട് മൈക്ക് തരാത്ത. ഇതാണ് ഞാൻ അങ്ങോട്ട് മൈക്ക് തരാത്ത. ഇല്ല പറ്റില്ല. കഞ്ചാവ് അടിച്ചു, മയക്കുമരുന്ന് ഉപയോഗിച്ചു, മദ്യം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് എം മണിയുടെ വോട്ടർമാർ തന്നെയല്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാർ വേണം. പക്ഷെ നിങ്ങൾ കഞ്ചാവ് അടിച്ചൊന്നും മറ്റു ആക്ഷേപങ്ങൾ ഉന്നയിക്കാണ്. ഓരോ ചോദ്യം ഓരോ സമയത്ത് എന്നെ പേടിപ്പിക്കല്ലേ. പറ അങ്ങോട്ട്. നീ കൊറേ സമയമായി എന്നെ വരട്ടുന്നു. പറ. മൈക്ക് വാങ്ങി ചോദിക്കണോ? മറുപടി പറയാം. ഒന്ന് മിണ്ടായിരിക്കും, അങ്ങോട്ട് മാറ്.
ബഹുമാനപ്പെട്ട MM മണിയാസൻ മന്ത്രിയായത് എല്ലാ MLA ആയിട്ട് അക്ഷരം പറയാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തടോ. ബഹുമാനപ്പെട്ട സഖാവ് MM അവർകൾ നിങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത്, മൈക്കുള്ളതുകൊണ്ട് നിങ്ങൾ പറയുന്നത് MM അവർകൾ മന്ത്രിയായത് നാട്ടുകാരൊക്കെ വോട്ടിട്ട് ജയിച്ചിട്ടാ മന്ത്രിയായത്, അല്ലാതെ നേരിട്ടൊന്നും മന്ത്രിയായതല്ല. MLAക്ക് വോട്ടിട്ട് ജയിച്ചിട്ടാ മന്ത്രിയായത്, ചുമ്മാ കൊണ്ട് മന്ത്രിയായതല്ല. ഈ MM അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ചുമ്മാ വെറുതെ മണിയാസനെ കുറിച്ച് ആവശ്യമില്ലാതെ ഒത്തിരി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെന്ത് പറയും? മണിയാസാൻ പറയാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ എന്തും പറയാം എന്നുള്ള ഒരു അവസ്ഥ അത് ഭയാനകമല്ലേ? അത് നമ്മളെല്ലാവരും ഒരുമിച്ച് അപലപിക്കേണ്ടതല്ലേ? സ്ത്രീകളെ തെറ്റായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ സ്ത്രീകൾ കൂടെ നിൽക്കുന്ന ആളാണ്. തോട്ടം തൊഴിലാളി CPM കൂടെ നിൽക്കുന്നുണ്ട്. ഈ തോട്ടം തൊഴിലാളി CPM ഉണ്ടല്ലോ. ഒരു പരാമർശം വരുമ്പോ അത് ആരും ആയിക്കൊള്ളട്ടെ, ഒന്നിച്ചൊരു സമരത്തിന് പോവുമല്ലേ നിങ്ങൾ വനിതകൾ ചെയ്യേണ്ടത്? ഒന്നിച്ച് സമരത്തിന് പോകണം, പക്ഷെ അത് ന്യായമായ കാര്യത്തിനായിരിക്കണം. ഇല്ല, MM സഖാവിനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണമെങ്കിൽ പറയിപ്പിക്കും. അത് എങ്ങനെയാണ്? കുത്തിയിരുന്ന് സമരം നടത്തിയല്ല, നമ്മള് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കണം, ക്ഷമ പറയണം. അത് ഞാനും അംഗീകരിക്കുകയാണ്. പക്ഷേ തോട്ടം തൊഴിലാളീനെ തെരുവിലിറക്കി നമ്മൾ ആളാകാൻ ആരും വിചാരിക്കണ്ട. നമ്മൾ താഴെ കളിക്കാം, നമ്മള് നേതാവാകാം, നമ്മൾ നടിച്ച് നമ്മള് അഭിനയിച്ച് നമ്മൾ തോട്ടം തൊഴിലാളിയെ പാവപ്പെട്ട തൊഴിലാളിനെ റോട്ടിൽ വിട്ട് നടിച്ച് നമ്മൾ നേതാവാന്ന് ഒരുത്തി ഓർക്കണ്ട. തോട്ടം തൊഴിലാളി ആരും ഈ തെരുവിലേക്ക് വരില്ല. തോട്ടം തൊഴിലാളി വരില്ല. എന്താ പറയാനുള്ളത്? സമരത്തിനെ കുറിച്ച് ചർച്ച മണിയാശാൻ പറഞ്ഞത് കേരള പെൺകൾക്ക് അവമാനമാ അവർ പറഞ്ഞ വാക്ക്, ചീത്ത വാർത്തയാണ്. അതുകൊണ്ടായി ചർച്ച. ഞങ്ങൾക്ക് വെച്ച ഡിമാൻഡ് അവര് രാജിവെക്കണം. ഇവര് റോട്ടിനകത്ത് വന്ന് ഞങ്ങള് മുൻപ് മാപ്പ് ചോദിക്കണോ? തൊഴിലാളിയോ പിന്നെ പ്രവർത്തകന്മാർ വന്ന് നിൽക്കുന്നുണ്ട് ഈ ചർച്ചയുടെ പിറകിൽ. ശരിയാക്കി ഇവിടെ വന്ന് മാപ്പ് ചോദിച്ചാലേ സമരം അവസാനിക്കും. നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ, മണിയാശാൻ അവിടെ ഇരുത്തിക്കോ. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചെലവിൽ, കേരളത്തിലെ അമ്മമാരുടെ ചെലവിൽ മണിയെ പോലെ ഒരു മന്ത്രിക്ക് കേരളത്തിൽ വിഹരിച്ച് നടക്കാൻ വേണ്ടി ഞങ്ങൾ അനുവാദം കൊടുക്കില്ല. അത് തന്നെയാണ് തീരുമാനം. സ്പീക്കർ പറഞ്ഞു മണിയാസാർക്ക് നാവടക്കം സ്പീക്കർ പറഞ്ഞു. മറുപടി കേക്ക്. മണിയാസാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടേ പറഞ്ഞു രണ്ടു വെച്ചോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞെന്ന് അതിനെക്കാട്ടിലും മോശമായിട്ടാണല്ലോ ഗോമതി പറയുന്നത്. മണിയാസാൻ പറയുന്ന കാട്ടിലും മോശമായിട്ടുള്ള വാക്കാണല്ലോ ഗോമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിയാണോ? പെണ്ണുങ്ങള് അവർ പറയാത്ത കാര്യങ്ങളാണല്ലോ ഗോമതി പറയുന്നത്. ശ്രീമതി ടീച്ചർ, മേഴ്സിക്കുട്ടി അമ്മ, പി ശ്രീരാമകൃഷ്ണൻ ഇവരെല്ലാം മണിക്കെതിരായിട്ടാണ് പറയുന്നത്. ഇന്നലെ നടന്ന സംഭവം ഗോമതി മണിയാസാൻ പറഞ്ഞ് ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെ ഒത്തിരി മോശമായിട്ട് പറയുന്നുണ്ട്. ഒരു പെണ്ണായിട്ട് പറയാൻ പറ്റുമോ? ടിവിയിൽ ചേച്ചി കണ്ടില്ല. പൊന്നു ചേച്ചി, അപമാനമാണ് സ്ത്രീത്വത്തിന് കേട്ടോ. ഇത്തരത്തിൽ പച്ചക്കള്ളം പറയാൻ സംസാരിക്കുന്നത് അപമാനമാണ്. ഇവിടെ ആരോടും ചോദിക്കണം. കേക്കൂ നിങ്ങൾ കേട്ടില്ല?
ഞാൻ പിടിക്കും. ഹലോ അൻപറിന്റെ തോട്ട തൊഴിലാളി കേൾക്കാം. ഇത് മറ്റേ മൈക്കൽ, രണ്ട് മൈക്കുള്ളൂ. அன்பார்ந்த தோட்ட தொழிலாளருக்கு வேண்டி இந்த சம்பவம் ஏன் இந்த மூணாறுல இப்படி நடந்துகிட்டு இருக்குன்னு சொன்னா, நீங்க வந்திருக்கிற காங்கிரஸுக்கு நான் வணக்கம் சொல்றேன், பிஜேபிக்கு வணக்கம் சொல்றேன். என்னோட மரியாதை, நான் சிபிஎம் காரனா இருக்கட்டும், அது மாறிட்டேன், அது வேற விஷயம். ஆனா நீங்க வந்ததுக்கு அப்புறம் கூட இவ்வளவு வார்த்தைகள் இந்த மூணாறு நடக்குது, அதுக்கு என்ன மரியாதை? ഞങ്ങൾ ഇവിടെ വരും. இல்ல வரணும், വരണം ഇതെന്താ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പട്ടയം കൊടുത്തതാണ്. ഇടുക്കി ജില്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സഖാവിനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പട്ടയം കിട്ടിയതല്ല. ഇടുക്കി ജില്ല ഇന്ത്യ കേരളത്തിന്റെ ഈ കുമ്പളൂർ സൗദി പറഞ്ഞ് ഈ മൂന്നാറിൽ നടത്തിയതാ, മൂന്നാർ നടത്തിയത് ഈ ടെസിജേറ്റിക്കറിയാം, ഈ കോമതിക്കറിയാം. ഈ മൂന്നാറില് കുമ്പളൂർ ഉദയവാസാണ് അങ്ങനെ അറിഞ്ഞിട്ടാണ് മണിമുത്തിനെ വീട്ടിൽ കൊണ്ടുപോ. മണിമുത്തിനെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. പക്ഷെ മന്ത്രിസഭയ്ക്കകത്ത് മണി വേണ്ട. ചോദ്യം അല്ല, ഓരോരുത്തരും മറുപടി. ശ്രീ എം എം മണി കേരളത്തിലെ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകൾ നടത്തിയ സമരത്തെ അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ചുകൊണ്ട് കേരള പോലീസിലെ ഏറ്റവും ഊർജ്ജസ്വലയായ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസറെ, വനിതാ ഓഫീസറെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായി അതിക്രമം നടത്തുന്ന വകുപ്പുകൾ അനുസരിച്ച് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള മന്ത്രി എം എം മണിക്കെതിരെ കേസെടുക്കാത്തതിന് സംസ്ഥാനത്തെ DGP ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ഉത്തരം പറയണം. ഇതൊന്നും ഈ വേഷകെട്ടൊന്നും നടക്കില്ല കേട്ടോ. മനസ്സിലായില്ലേ? ഒരു ചാനൽ ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോ ആ ചർച്ചയിൽ കേരളത്തിലെ പൊതുജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് മണിയാശാന് വേണ്ടി വിട്ടുപണി ചെയ്യാൻ വന്നാൽ ആ വേഷം കെട്ടൊന്നും നടക്കില്ല. മനസ്സിലായില്ലേ? അതൊന്നും കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന ആളുകളല്ല ഞങ്ങൾ. ആ ധാരണയൊന്നും വേണ്ട. പക്ഷെ മണിയാശാൻ ഒരു സാധാരണ മണിയാശാനാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചോ, വീട്ടിൽ കൊണ്ടുപോയിക്കോ, അവിടെ ഭക്ഷണം കൊടുത്തോ, അവിടെ താമസിപ്പിച്ചോ, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മന്ത്രി അമ്മമാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ കൈകാര്യം ചെയ്തു കഴിയും. ഒരു തർക്കവും വേണ്ട. എന്റെ കൂടെ പറഞ്ഞ സഹോദരിയാണ് സുശീലാക്ക. മനസ്സിലായി? ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് UDF-ന്റെ കാലത്ത് 5 കൊല്ലം ഞങ്ങൾ സീറ്റ് കൊടുത്ത് മത്സരിച്ച് ജയിച്ച സഹോദരിയാണ്. ഇന്ന് CPM-ലേക്ക് പോയി. എന്നെ മറുപടി പറയാവുന്നത്. ഒരു മിനിറ്റ്. ഇവിടെ പലർക്കും പലതും പറയുമ്പോ ചൊരിയും, പലർക്കും പലതും പറയുമ്പോ ചൊരിയും. അതുകൊണ്ടാണ് കൂവുന്നതും കൂത്തിലിടുന്നതും. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുക മണിസഖാവ് പറഞ്ഞു എന്ന് ഇവർ പറയുന്ന ഒരു വാക്ക്, ഇവർ പറയുന്ന വാക്ക്, അത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ക്ലിപ്പിങ്ങിലോ ഞങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാൻ പറ്റുമോ? ഇവിടെ ഈ സമരത്തിൽ ഇറങ്ങി ഇവിടെ നടക്കുന്നത് പൊമ്പള ഒരുമയുടെ സമരമാണോ അതോ BJP-യുടെ സമരമാണോ കോൺഗ്രസിന്റെ സമരമാണോ? കേരളത്തിലെ അന്തസ്സുള്ള മുഴുവൻ സ്ത്രീകളും പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകളെ അപമാനിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന CPM-ന്റെ മർക്കട ദൃഷ്ടി കൊണ്ട് അന്തസ്സുള്ള സ്ത്രീകളുടെ അഭിമാനം ഇല്ലായ്മ ചെയ്താമെന്ന് നിങ്ങൾ വ്യാമോഹിച്ച് അത് നടക്കത്തില്ല. ആ തൊഴിലാളി സ്ത്രീകളോടൊപ്പം ഞങ്ങൾ സ്ത്രീകൾ മാത്രമല്ല, ഈ ആണുങ്ങളായ അന്തസ്സുള്ള ആണുങ്ങളെല്ലാം ഈ സമരത്തോടൊപ്പമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും സ്വന്തം അമ്മയെയും പെങ്ങളെയും മകളെയും കുറിച്ച് ബോധ്യമുള്ള കേരളത്തിലെ പുരുഷന്മാർ മുഴുവൻ ഈ സമരത്തോടൊപ്പമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജനിതക തകരാറുണ്ട് എന്ന് പറഞ്ഞ മതയാനയെ പോലെ സംസാരിച്ച ആളാണ് മന്ത്രി മണി. എന്നിട്ട് പോലും ആ സംസ്കാരത്തെ അങ്ങനെ അളന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയുമോ? മണിയുടെ സംസ്കാരമല്ലായിരുന്നു BJP നേതാക്കളുടെ സംസ്കാരം. അത് ഞങ്ങൾ അങ്ങനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇവിടെ മണിയാശാൻ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തു, അമ്മമാരെ ചോദ്യം ചെയ്തു. മണിയാശാൻ സ്ത്രീകൾക്ക് അപമാനമായിട്ട് മാറി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഇത് വെച്ചുപൊറിപ്പിക്കില്ല.
എന്നെ കുറിച്ച് ഇവിടെ ഞാൻ കോൺഗ്രസിൽ ഇരുന്ന് LDF വന്നതാണ്. അത് എല്ലാ നാട്ടുകാർക്കും അറിയുന്നതാണ്. ഞാനൊന്നും ഒളിഞ്ഞു മാറി വന്നതല്ല. കോൺഗ്രസിൽ വന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. ഈ നെൽസൺ, ഈ പറയുന്ന നെൽസൺ ഇതിനു മുമ്പ് LDF ഉള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിജയകാന്ത് എന്ന് പറഞ്ഞ കക്ഷിയിൽ പോയതാ. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ വന്നത്. പിന്നെ അങ്ങനെ ഉള്ള ആൾ എന്നെ കുറ്റം പറയാൻ ഒരു ആവശ്യമില്ല ഇവിടെ. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ ഒരു കാര്യം ശ്രദ്ധിക്കും. നിങ്ങളിവിടെ ഹലോ ഒരു കാര്യം ഞാനേ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇതുപോലെ ചർച്ച നടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആരും ഇവിടെ ആരെയും വെല്ലുവിളിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ വന്നതല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇന്ന് MM മണി എന്ന മന്ത്രി ഈ പാവപ്പെട്ടവർക്കെതിരെയാണ് ഇത് പറഞ്ഞത്. അന്നേരം നിങ്ങളെപ്പോലെയുള്ളവര് ഒന്ന് പറയണ്ടേ സുഹൃത്ത്, ഒന്ന് കേക്ക്. അല്ല, മന്ത്രി ഇന്ന് ഇവിടെ ഈ പാവപ്പെട്ട സ്ത്രീ ഹലോ ഒന്ന് പറയട്ടെ പറഞ്ഞിട്ട് പറഞ്ഞോ. അല്ല, MM മണി ഇന്ന് ഈ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. നിങ്ങളെപ്പോലെയുള്ള ആളുകള് MM മണിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഇതുപോലെ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഇടുക്കിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ചായിരുന്നു MM മണി ഇത് പറഞ്ഞെങ്കിൽ ഇടുക്കിയിലേക്ക് ഇതുപോലെ മടങ്ങി വരത്തില്ല. നിങ്ങളെപ്പോലെ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്കറിയോ MM മണി പറയുന്നത് നീ ഒട്ടു അല്ല, നിങ്ങൾക്ക് തോന്നുക ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം വേണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം വേണ്ടേ? അല്ല, സഹോദര, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെ കുറിച്ചോ പെങ്ങളെ കുറിച്ചോ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ സഹിക്കുമോ നിങ്ങൾ? കഴിഞ്ഞു. നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം നമ്മൾ സമാധാനപരമായി ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് ഇന്ന് കേരളമാകെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് പത്ര ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയം സമാധാനപരമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ രണ്ട് ഭാഗവും അവരവരുടെ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദയവായി ഈ സമരവുമായി ബന്ധപ്പെടാത്ത ആളുകൾ പതുക്കെ പിന്നോട്ട് പോകണം. ദയവായി പിന്നോട്ട് പോകണം. ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായ MM മണിയുടെ പ്രസംഗമാണ്. അതേക്കുറിച്ച് അതിന്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ എന്താണ് മൂന്നാറിന്റെ വികാരം, എങ്ങനെയാണ് മൂന്നാർ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രതിഫലിപ്പിക്കാനെങ്കിലും കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.